എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാലൻറ്റ് പ്ലസ് ട്യൂട്ടോറിയലിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SCERT ഫിസിക്സിൻ്റെ 2 ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസ് കാണാത്തവർക്കായി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സുകൾ ലഭിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യുക. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബലം എന്നാൽ എന്ത്? ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നതെന്താണോ അതിനെയാണ് ബലം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നതെന്താണോ അതാണ് ബലം. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സിമ്പൽ N. ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമവും ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഐസക് ന്യൂട്ടൺ. കൃതിയുടെ പേരൊന്നുകൂടെ പറയാം. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന കൃതി രചിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പേശീബലം. നെക്സ്റ്റ്, മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം അറിയപ്പെടുന്നത് പേശീബലം എന്ന പേരിലാണ്. കാന്തിക ബലം എന്നറിയപ്പെടുന്നത് കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സ്ഥിത വൈദ്യുത ബലം എന്നാൽ എന്ത്? മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പാനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ബലമാണ് സ്ഥിത വൈദ്യുത ബലം എന്നറിയപ്പെടുന്നത്. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പാനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയും. അത്തരം കഴിവിനെയാണ് അത്തരം ബലത്തെയാണ് സ്ഥിത വൈദ്യുത ബലം എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുത്വാകർഷണ ബലം, യാന്ത്രിക ബലം, സമ്പർക്ക ബലം, ഘർഷണ ബലം എന്നിവ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഗുരുത്വാകർഷണ ബലം? പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലം എന്നാണ്. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം എന്ന് അറിയപ്പെടുന്നത്. യാന്ത്രിക ബലം ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം. അപ്പോൾ സമ്പർക്ക ബലം എന്താണ്? വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം എന്ന് അറിയപ്പെടുന്നത്. സമ്പർക്ക രഹിത ബലം എന്നാൽ എന്ത്? ഒരു വസ്തുവുമായി സമ്പർക്കമില്ലാതെ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം എന്ന് അറിയപ്പെടുന്നത്. ഘർഷണ ബലം എന്നാൽ ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണ ബലം എന്ന് അറിയപ്പെടുന്നത്. ഘർഷണ ബലം എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണ ബലം എന്ന് അറിയപ്പെടുന്നത്. ഘർഷണ ബലം 2 തരത്തിലുണ്ട്. ഉരുളൽ ഘർഷണ ബലവും നിരങ്ങൽ ഘർഷണ ബലവും. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ്, അതായത് അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഉരുളൽ ഘർഷണ ബലം. ഒരു വസ്തു മറ്റൊരു വസ്തുവിനു മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് നിരങ്ങൽ ഘർഷണ ബലം എന്ന് അറിയപ്പെടുന്നത്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഉരുളൽ ഘർഷണ ബലം നിരങ്ങൽ ഘർഷണ ബലത്തേക്കാൾ കുറവായിരിക്കും. ഇനി നമുക്ക് നോക്കാം, എന്താണ് സ്നേഹകങ്ങൾ?
ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് സ്നേഹകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം ഉദാഹരണം ഗ്രാഫൈറ്റ് ആണ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. എന്താണ് ഭാരം എന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് ഭാരം എന്ന് അറിയപ്പെടുന്നത്. മർദ്ദം എന്നാൽ എന്ത് എന്നതാണ് അടുത്ത ചോദ്യം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവിക്കുന്ന വ്യാപക മർദ്ദമാണ് മർദ്ദം എന്നറിയപ്പെടുന്നത്. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെയാണ് മർദ്ദം എന്നറിയപ്പെടുന്നത്. അപ്പോൾ വ്യാപക മർദ്ദം എന്നാൽ എന്ത്? ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെയാണ് വ്യാപക മർദ്ദം എന്നറിയപ്പെടുന്നത്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപക മർദ്ദം എന്നും യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെ മർദ്ദം എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന മർദ്ദത്തെ അറിയപ്പെടുന്ന പേരെന്ത്? ദ്രാവക മർദ്ദം. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കപ്പെടുന്ന മർദ്ദത്തെ അറിയപ്പെടുന്ന പേരാണ് ദ്രാവക മർദ്ദം. ദ്രാവകങ്ങൾ സാധാരണയായി അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട്. ദ്രാവക രൂപത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. ദ്രാവകത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടി വരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അന്തരീക്ഷ മർദ്ദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുവിന്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്ന് അറിയപ്പെടുന്നത്. എന്താണ് അന്തരീക്ഷ മർദ്ദം? ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുവിന്റെ ഭാരത്തെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് അറിയപ്പെടുന്നത്. അന്തരീക്ഷ മർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിച്ചത് ഓട്ടോ വാൻ ഗെറിക്കാണ് അന്തരീക്ഷ മർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിച്ചത്. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ ആണ്. അതേപോലെ തന്നെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോഡ് സ്റ്റോൺ അഥവാ ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് എന്ത്? മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റൈറ്റിനെയാണ് ലോഡ് സ്റ്റോൺ അഥവാ ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ എന്നറിയപ്പെടുന്നത്. സ്വാഭാവിക കാന്തത്തിന് ഉദാഹരണമാണ് ലോഡ് സ്റ്റോൺ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളെയാണ് സ്വാഭാവിക കാന്തങ്ങൾ എന്നറിയപ്പെടുന്നത്. ലോഡ് സ്റ്റോൺ അഥവാ ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റിനെയാണ് ലോഡ് സ്റ്റോൺ അഥവാ ലീഡിംഗ് സ്റ്റോൺ എന്ന് അറിയപ്പെടുന്നത്. കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ ആണ് കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ. അൽനിക്കോയിലെ ഘടകങ്ങളാണ് ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് മുതലായവ. കാന്തത്തെക്കുറിച്ച് വിശദമായിട്ട്, കാന്തിക ശക്തിയെയും കുറിച്ച് കാന്തത്തെക്കുറിച്ചും വിശദമായിട്ട് ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠമായ ആകർഷിച്ചും വികർഷിച്ചും എന്ന പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കാന്തികത എന്ന പാഠത്തിൽ പറയുന്നത്. അതുകൊണ്ട് SCERT ഫിസിക്സിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അതിനുവേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിക്കുകൾ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് ദിക്കുകൾ നിർണ്ണയിക്കുന്നത്. അടുത്ത ചോദ്യം. ഭൂമി ഒരു വലിയ കാന്തം പോലെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയത് ആര്? വില്യം ഗിൽബർട്ട് ആണ് ഭൂമി ഒരു വലിയ കാന്തം പോലെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. നെക്സ്റ്റ്. കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്നാൽ എന്ത്? ഉത്തരം. യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത. കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്നുകൂടെ പറയാം.
യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കാന്തിക ബലരേഖ എന്നാൽ എന്ത് എന്ന ചോദ്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാന്തിക ബലത്തിന്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാന്തിക ബലരേഖ. കാന്തിക ബലത്തിന്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് കാന്തിക ബലരേഖകൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിറ്റൻറ്റിവിറ്റി എന്നാൽ എന്ത്? ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനെയാണ് റിറ്റൻറ്റിവിറ്റി എന്നറിയപ്പെടുന്നത്. ഒരു കാന്തത്തിന്റെ ആകർഷണത്താലോ മറ്റോ ലഭിക്കുന്ന കാന്തത്തിന്റെ അളവ്, അതായത് ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനെയാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഉരുക്കിന് പച്ചിരുമ്പിനേക്കാൾ റിറ്റൻറ്റിവിറ്റി കൂടുതലാണ്. ഉരുക്കിന് പച്ചിരുമ്പിനേക്കാൾ റിറ്റൻറ്റിവിറ്റി കൂടുതലാണ്. എന്താണ് പെർമിയബിലിറ്റി എന്ന് നോക്കാം. ഇതൊക്കെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് പെർമിയബിലിറ്റി എന്ന് നോക്കാം. കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് അറിയപ്പെടുന്നത്. വൈദ്യുത കാന്തങ്ങളെല്ലാം താൽക്കാലിക കാന്തങ്ങളാണ്. വൈദ്യുത കാന്തങ്ങളെല്ലാം താൽക്കാലിക കാന്തങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ എന്ന പാഠത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ചോദ്യങ്ങൾ. 24ാമത്തെ ചോദ്യം, ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വക്രതാ കേന്ദ്രം. എന്താണ് വക്രതാ കേന്ദ്രം? ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് വക്രതാ കേന്ദ്രം. അടുത്ത ചോദ്യം, ഒരു ദർപ്പണത്തിന്റെ പ്രതിഫലന തലം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അപ്പർച്ചർ. അപ്പർച്ചർ എന്ന പേരിലാണ് ഒരു ദർപ്പണത്തിന്റെ പ്രതിഫലന തലം അറിയപ്പെടുന്നത്. 26ാമത്തെ ചോദ്യം, കോൺവെക്സ് കോൺകേവ് ദർപ്പണങ്ങളുടെ മുഖ്യ ഫോക്കസിൽ ഉള്ള വ്യത്യാസം എന്ത്? കോൺവെക്സ് ദർപ്പണത്തിന്റെ അഥവാ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണെങ്കിൽ കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ് എന്നതാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസും കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഗോളീയ ദർപ്പണങ്ങൾ, കോൺവെക്സ് ദർപ്പണങ്ങൾ, കോൺകേവ് ദർപ്പണങ്ങൾ ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോളീയ ദർപ്പണങ്ങൾ, പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗോളീയ ദർപ്പണങ്ങൾ എന്താണ്? പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നു. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങൾ കോൺകേവ് ലെൻസ് എന്നും, പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങൾ കോൺവെക്സ് ലെൻസ് എന്നും അറിയപ്പെടുന്നു. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങൾ അറിയപ്പെടുന്നത് കോൺകേവ് ലെൻസ് എന്നും, പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങൾ അറിയപ്പെടുന്നത് കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നുമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്തിനെയാണ് ഫോക്കസ് ദൂരം എന്ന് അറിയപ്പെടുന്നത്? ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. എന്താണ് ഫോക്കസ് ദൂരം? ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, എന്തിനെയാണ് ആവർധനം എന്ന് അറിയപ്പെടുന്നത്? പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർധനം എന്ന് അറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം. പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർധനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോൺവെക്സ് ലെൻസിനെ കുറിച്ചുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പറയാം. കോൺവെക്സ് ലെൻസ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത മിഥ്യ, നിവർന്നത്, വസ്തുവിനേക്കാൾ ചെറുത് എന്നിവയാണ്. കോൺവെക്സ് ലെൻസിൽ രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത മിഥ്യ, നിവർന്നത്, വസ്തുവിനേക്കാൾ ചെറുത് എന്നിവയാണ്. അതേപോലെ തന്നെ വസ്തുവിന്റെ സ്ഥാനം കോൺവെക്സ് ലെൻസിന് മുമ്പിൽ എവിടെയിരുന്നാലും പ്രതിബിംബത്തിന്റെ സ്ഥാനം എപ്പോഴും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും.
കോൺവെക്സ് ലെൻസിൽ വസ്തുവിന്റെ സ്ഥാനം ദർപ്പണത്തിന് മുൻപിൽ എവിടെയിരുന്നാലും പ്രതിബിംബത്തിന്റെ സ്ഥാനം എപ്പോഴും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും. എന്നാൽ കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്നത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും, എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും. പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും. കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്നത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും, എപ്പോഴും വസ്തുവിനേക്കാൾ വലുതുമായിരിക്കും. കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ ആവർധനം എന്താണെന്ന് പറഞ്ഞല്ലോ. പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർധനം. വസ്തുവിന്റെ വലുപ്പത്തിന്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിന്റെ വലുപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർധനം. വസ്തുവിന്റെ വലുപ്പത്തിന്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിന്റെ വലുപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയെ അറിയപ്പെടുന്നതാണ് ആവർധനം. ആവർധനത്തിന് യൂണിറ്റ് ഇല്ല. 31ാമത്തെ ചോദ്യം, റോഡിലെ കൊടും വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. റോഡിലെ കൊടും വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലെൻസ് ഏതാണെന്നാണ് ചോദ്യം. കോൺവെക്സ് ലെൻസാണ് റോഡിലെ കൊടും വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെ? ഉത്തരം, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ശബ്ദ സ്രോതസ്സുകൾ എന്നാണ്. അടുത്ത ചോദ്യം, സിമ്പിൾ പെൻഡുലത്തിന്റെ ചലനം ഏതു തരത്തിലുള്ള ചലനമാണ്? ദോലന ചലനം. സിമ്പിൾ പെൻഡുലത്തിന്റെ ചലനം ഏതു തരത്തിലുള്ള ചലനമാണ്? ദോലന ചലനം. ദോലനത്തെക്കുറിച്ചൊക്കെ ക്ലാസ് ഓൾറെഡി ചെയ്തതാണ്, നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുക. അടുത്ത ചോദ്യം, ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്നത് ആവൃത്തി. ആവൃത്തി എന്നാൽ എന്ത്? ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്നത് ആവൃത്തി എന്ന പേരിലാണ്. ഇതോടുകൂടി ഈ വീഡിയോയിലെ എല്ലാ ചോദ്യങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായി ഉടൻ തന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമേ ഈ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ട്സുകൾ ലഭിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി വരുന്ന എക്സാമുകളിൽ വിജയം മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ. സീ യു സൂൺ.